നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 39ാമത്തെ വയസ്സിൽ യൂറോ കപ്പ് കളിക്കാൻ പോവുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്നലെ പോർച്ചുഗലിൻ്റെ യൂറോ കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ക്രിസ്ത്യാനോക്ക് അതിലിടമുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതോടുകൂടി ഒരു പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇപ്പോൾ ഓൾറെഡി 5 യൂറോ കപ്പുകളിൽ 5 എഡീഷനുകളിൽ അദ്ദേഹം കളിച്ചു. ഏറ്റവും അധികം യൂറോ കപ്പുകൾ കളിച്ചിട്ടുള്ള താരം ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനോയാണ്. അദ്ദേഹത്തോടൊപ്പം 5 തവണ യൂറോ കപ്പിന് ടീമിൽ ഉൾപ്പെട്ട ഒരു താരം കൂടിയുണ്ട്. അത് ഐഗർ കാസിയസ് ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു യൂറോ കപ്പ് എഡീഷനിൽ കളിക്കാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി 5 യൂറോ കപ്പുകൾ കളിച്ച താരമാണ് ക്രിസ്ത്യാനോ. റെക്കോർഡാണ്. ഇനി 6ാമത്തെ യൂറോ കപ്പ് കളിച്ചുകൊണ്ട് ആ റെക്കോർഡ് ഒന്നുകൂടി പുതുക്കാൻ പോവുകയാണ്. ഏതായാലും ക്രിസ്ത്യാനോയും യൂറോ കപ്പും തമ്മിലുള്ള ബന്ധം ഓൾറെഡി ഒരു യൂറോ കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂടാതെ യൂറോ കപ്പിൻ്റെ ചരിത്രം എടുത്താൽ നിരവധി റെക്കോർഡുകൾ ക്രിസ്ത്യാനോയുടെ പേരിലാണ്. നമ്മൾ നോക്കിയാണ് റെക്കോർഡുകൾ. ടോപ്പ് ഗോൾ സ്കോറേഴ്സ് യൂറോ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, 14 ഗോളുകൾ. രണ്ടാമത് ഫ്രാൻസിൻ്റെ മിഷേൽ പ്ലാറ്റീനി 9 ഗോളുകൾ. പിന്നെ ഡെൻമാർക്കിൻ്റെ മാഡ്സന്, അതുപോലെ ഫ്രാൻസിൻ്റെ ആന്റോയിൻ ഗ്രീസ്മാൻ, ഇംഗ്ലണ്ടിൻ്റെ അലൻ ഷീറർ, ഇവരൊക്കെ 7 ഗോളുകളുമായിട്ട് പുറകിലാണ്. അപ്പം ക്രിസ്ത്യാനോ 14 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോററാണ്. ഇനി ഏറ്റവും അധികം മത്സരങ്ങൾ യൂറോ കപ്പിൽ കളിച്ചതിൻ്റെ കണക്കെടുക്കുക. അവിടെ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തലപ്പത്ത് കാണാം. 25 മത്സരങ്ങൾ യൂറോ കപ്പിൽ കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ, റെക്കോർഡാണ്. രണ്ടാമതുള്ള പെപ്പയ്ക്കും അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ തന്നെ ജാവോ മുട്ടീഞ്ഞോക്കും 18 മത്സരങ്ങളാണ് യൂറോ കപ്പിൽ ഇതുവരെ കളിക്കാൻ പറ്റിയത്. ജർമ്മനിയുടെ ഷ്വൻസ്റ്റൈഗറും ഇറ്റലിയുടെ ബൊനൂച്ചിയും 18 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ പെപ്പയും ജാവോ മുട്ടീഞ്ഞോയും 19 കളികൾ, ഷ്വൻസ്റ്റൈഗറും ബൊനൂച്ചിയും 18 കളികൾ, അതാണ് കണക്ക്. ക്രിസ്ത്യാനോ പക്ഷേ 25 കളികളുമായിട്ട് ആ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. ഇനി ഗോൾ മാത്രമാക്കണ്ട, അസിസ്റ്റിൻ്റെ റെക്കോർഡ് നമുക്കൊന്ന് പരിശോധിക്കാം. യൂറോ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത ലിസ്റ്റിൽ ക്രിസ്ത്യാനോ 2ാമതാണ്. ഈ യൂറോ കപ്പോട് കൂടി അതൊരു പക്ഷേ 1ാം സ്ഥാനത്തേക്ക് ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. കാരണം ഇപ്പോൾ സെച്ചിയുടെ പൊബോസ്കി അദ്ദേഹം 8 അസിസ്റ്റുകളുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ 7 അസിസ്റ്റുകളുമായിട്ട് 2ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. ഒറ്റ അസിസ്റ്റ് മാത്രം മതി പൊബോസ്കിക്കൊപ്പം എത്താൻ. അപ്പോൾ ക്രിസ്ത്യാനോ ആ റെക്കോർഡും സ്വന്തമാക്കാനുള്ള സാധ്യത ഇവിടെ തെളിയുകയാണ്. മഹാരഥന്മാർക്ക് അദ്ദേഹത്തിന് പുറകിലാണ് ഫാബ്രിഗസ്, ഷ്വൻസ്റ്റൈഗർ, റോബന്, ലൂയിസ് ഫീഗോ, എദൻ ഹസാർഡ്, ബെക്കാം, ഇവരൊക്കെ 5 അസിസ്റ്റുകൾ കൊടുത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇനി പെനാൽറ്റി സ്കോർ ചെയ്തതിൽ 1ാമത് ആരാണ്? പെനാൽറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ 1ാമത് മറ്റാരുമല്ല, ക്രിസ്ത്യാനോ തന്നെയാണ്. യൂറോ കപ്പിൽ ഏറ്റവും അധികം പെനാൽറ്റി ഗോളുകൾ നേടിയത് CR7, 3 പെനാൽറ്റികൾ. അതേസമയം സിദാനും പിന്നെ റൊമാനിയയുടെ സ്റ്റാൻജുവും സ്പെയിനിൻ്റെ മെൻഡിറ്റയും ഡെൻമാർക്കിൻ്റെ ആരൻസനും ഒപ്പം ഇംഗ്ലണ്ടിൻ്റെ അലൻ ഷീററും 2 വീതം പെനാൽറ്റികൾ നേടിയിട്ട് പുറകിൽ നിൽക്കുകയാണ്. ഇനി ഏറ്റവും അധികം മിനിറ്റ്സ് കളിച്ചിട്ടുള്ള താരമാരാണ്? ഏറ്റവും അധികം മിനിറ്റ്സ്, അപ്പം കളിയുടെ എണ്ണത്തിൽ ക്രിസ്ത്യാനോ മുന്നിൽ നിൽക്കുമ്പോൾ മിനിറ്റ്സിൻ്റെ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് 1ാമത്. 2153 മിനിറ്റുകൾ അദ്ദേഹം യൂറോ കപ്പിൽ കളിച്ചിട്ടുണ്ട്. 1830 മിനിറ്റ് കളിച്ച പെപ്പ 2ാമതും, 1668 മിനിറ്റ് കളിച്ച ബൊനൂച്ചി 3ാമതും, 1620 മിനിറ്റ് കളിച്ച ബഫൺ 4ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ യൂറോ കപ്പിൻ്റെ ഏത് തരം റെക്കോർഡ് നിങ്ങൾ എടുത്താലും അവിടെയൊക്കെ തലപ്പത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.